ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട്. വേടനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വേടൻ ആ സമയത്ത് പാടുന്നുണ്ട് ഫുട്ബോളിനെ പറ്റിയൊക്കെ. അങ്ങനെയുള്ള രണ്ട് കറുത്തമുത്തിനെയാണ് നമ്മൾ കാണുന്നത്. അവിടെ മണിച്ചേട്ടൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൂർണ്ണമായേനെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു മനുഷ്യനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വേടനെ ഇത്രയധികം സ്നേഹിക്കുന്നത്? അയാൾ കേവലം ഒരു റാപ്പർ ആയതുകൊണ്ടാണോ? അയാൾ വെറും ഒരു ഗാനരചയിതാവായതുകൊണ്ടാണോ? അയാൾ വെറുതെ എന്തെങ്കിലുമൊക്കെ പാടി പോകുന്നത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ആ വേടൻ ആ പാടുന്നതിൽ കൂടി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകളെ പറ്റി പറയുന്നുണ്ട്. ആ പറയുന്നത് ഇന്നലകളിൽ നിലനിന്നിരുന്നത് മാത്രമല്ല, അത് ഇന്ന് നിലനിൽക്കുന്ന കൊള്ളരുതായ്മകളെ പറ്റി കൂടിയാണ്. അതെനിക്കും നിനക്കും നമുക്കെല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്നൊരു വിപത്തിനെ പറ്റി തന്നെയാണ് വേടൻ പാടുന്നത്. ആ വിപത്ത് എന്താണ്? ജാതി, മതം, വർണ്ണം, വിവേചനം. ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഓരോരുത്തരിലേക്കും ഓരോരുത്തർ അടിച്ചേൽപ്പിക്കാനായിട്ട് വരും. അടിമത്തം എന്ന് പറയുന്നത് ജാതി, മതം, നിറമൊന്നും ആയിരിക്കണമെന്നില്ല. അത് ഏത് തരത്തിൽ പോയാലും അടിമത്തം തന്നെയാണ്. അത് പണത്തിൻ്റെ പേരിലാണെങ്കിലും എന്താണെങ്കിലും അടിമത്തം തന്നെയാണ്. ഇത്തരം അടിമച്ചങ്ങലകളെ ഭേദിക്കുക എന്നുള്ളത് തന്നെയാണ് വേടൻ ചെയ്തത്.